എലീമിൽ നിന്നും അവർ യാത്ര ചെയ്ത് കുറച്ച് ദിവസം എലീമിലൊക്കെ ഇരുന്നിട്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ എലീമിലെത്തി. 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുവാണോ എന്ന് നമുക്ക് തോന്നും. എന്താ സംഭവിക്കുന്നത്? 16-ന്റെ 1 വരുമ്പോൾ സംഭവിക്കുന്നത്, അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിലെത്തി. എന്റെ അജോയെ, പിന്നെയും മരുഭൂമിയാണല്ലോ, പിന്നെയും മരുഭൂമിയാണല്ലോ. ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും മരുഭൂമിയാണല്ലോ. സാരമില്ല. ഓരോ മരുഭൂമി കൂടെ നീ കയറുമ്പോഴും നിന്റെ ലൈഫിന് അടുത്തൊരു പ്രമോഷൻ സംഭവിക്കും. എനിക്കറിയത്തില്ല ഇന്നത്തെ ദൂത് ആരാ പിടിക്കുന്നത്. നിന്റെ ലൈഫിന്റെ ഓരോ മരുഭൂമികളും, ഞാൻ ഇന്നത്തെ ഈ ദൂത് പറയുമ്പോൾ പ്രത്യേക ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഞാൻ കാണുന്നു. അടുത്തൊരളവിലേക്ക് നീ കയറും. സീൻ മരുഭൂമിയിൽ എന്താ സംഭവിച്ചെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സീൻ മരുഭൂമിയിൽ വെച്ചാണ് ഉലകത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടാത്ത, ഒരു സപ്ലൈകോയിലും കിട്ടാത്ത, ഒരു റെസ്റ്റോറൻറ്റിലും കിട്ടാത്ത ദൂതന്മാരുടെ ആഹാരമായ മന്ന സീൻ മരുഭൂമിയിൽ വെച്ചാണ് വീണത്. ഇന്ന് രാവിലെ ഞാൻ ആവർത്തിച്ചു പറയാം, നിന്റെ ഒരു മരുഭൂമിയും തകർച്ചയ്ക്കല്ല, നിന്റെ സകല മരുഭൂമികളും ഒന്നിനൊന്ന് പ്രമോഷനായിരിക്കും. ഹല്ലേലൂയ. നീ മാറായിലെത്തിയാൽ അവിടെ മധുരം വെളിപ്പെടും. ഹല്ലേലൂയ. നീ സീൻ മരുഭൂമിയിൽ, എന്നോട് ദൈവം പറയുന്നല്ലോ, ഈ ദിവസങ്ങളിൽ ആരും രുചിച്ചിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ വീട്ടിൽ നീ രുചിക്കാൻ പോവുകയാണ്. മുൻപരിചയമില്ലാത്ത ദൈവപ്രവർത്തികൾ. ആ വാക്കുകളെ ഇപ്പോൾ ഞാനിവിടെ കേൾക്കുന്നത്. മുൻപരിചയമില്ലാത്ത ദൈവപ്രവർത്തികൾ നിന്റെ വീട്ടിൽ നീ അനുഭവിക്കാൻ പോവുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? മരുഭൂമി നല്ലതിനാ ആൽവിൻ പാസ്റ്ററെ, മരുഭൂമി നല്ലതിനാ ജോയെ. അല്ലെങ്കിൽ നീ ഈ ഉറവയ്ക്കും കുടിച്ച്, ഈ ഉറവയും കുടിച്ച്, ഈ ഈത്തപ്പനയും തിന്ന്, ഈ ഈത്തപ്പന എത്ര നാൾ ഈത്തപ്പനെ തിന്നും? ഈത്തപ്പഴം തിന്ന് എന്നും കഴിക്കാൻ പറ്റുമോ? സൗദി അറേബ്യയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരും ഒമാനിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എന്നും ഈത്തപ്പഴം തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റത്തില്ല. ഈത്തപ്പനയുടെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടി നിനക്ക് അടുത്ത ഉറവയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. അവിടുത്തെ മരുഭൂമിയിൽ നീ അനുഭവിക്കും ശക്തന്മാരുടെ ആഹാരമായ മന്ന നിന്റെ വീട്ടിൽ പെയ്തു വീഴും. ഈ ആഴ്ചയിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത ദൈവമഹത്വത്തെ നീയും നിന്റെ കുടുംബവും വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ പകല്? ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ അവരുടെ മേലെല്ലാം ആ ദൈവ മഹത്വം ഇറങ്ങട്ടെ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ എല്ലാ മരുഭൂമിയും നിന്റെ നന്മയ്ക്കായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഓരോ തോൽവികളും എനിക്ക് പ്രമോഷനായിരുന്നു. ഞാൻ അനുഭവിച്ച ഓരോ വേദനകളും എനിക്ക് അനുഗ്രഹമായിരുന്നു. ഇന്ന് രാവിലെ ആരോടോ പറയുന്നു, നീ എവിടെ നിന്നാലും നീ പുതിയ പ്രമോഷനുമായിട്ടേ കയറത്തുള്ളൂ. ഈ ആഴ്ചയിൽ നീ താഴേക്കല്ല, ഈ ആഴ്ചയിൽ നീ മുകളിലേക്കാണ്. പക്ഷെ ഇന്നത്തെ ദൂതിന് ഇത്ര ശക്തി കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒന്നുകൂടെ മാറട്ടെ. സീൻ മരുഭൂമിയിൽ വെച്ചവർ മന്ന തിന്നിട്ട് അടുത്ത അധ്യായത്തിൽ അവർ നേരെ രഫീദീം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറി. രഫീദീമിൽ ചെന്നപ്പോഴും സ്വാതി അവിടുത്തെ പ്രശ്നം കുടിക്കാൻ വെള്ളമില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഒന്നുകിൽ മരുഭൂമി, ഇല്ലെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല. ഹല്ലേലൂയ. എന്താ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? കർത്താവിന് പറയാനുണ്ട്. ഹല്ലേലൂയ. 17:1 പോയ 17-ന്റെ 1 പോയേ. 16-ന്റെ 1 നേരെ അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്നും പുറപ്പെട്ട് മന്നായും തിന്ന്, കടല പറിക്കുന്ന തിന്നുന്ന പോലെ മന്നായും തിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം പ്രയാണത്തിൽ രഫീദീമിൽ പാളയം ഇറക്കി. അവിടെ ജനത്തിന് കുടിപ്പാൻ വല്ലാത്ത കഷ്ടമല്ലയോ? എന്തിനാ ഈ മാറി മാറി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ? പറ, ആരോടാ പറയണം? ബാബോസ് പറയണം. എന്തിനായി മാറി മാറി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ? നിന്നെ ഒരു കാര്യം എൻ്റെ ദൈവം പഠിപ്പിക്കുകയാണ്. ഉയർച്ചയിൽ നിന്നും ദൈവം താഴ്ചയിലേക്ക് ഇറക്കുമ്പോൾ ദൈവം നിന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീ പഠിക്കേണ്ട ഒരു കാര്യം, ഇന്നലകളിൽ നടത്തിയവൻ ഇന്നും നിന്നെ നടത്തുമെന്ന് പഠിപ്പിക്കാൻ. ആരായി ദൂത് വിശ്വസിക്കുന്നേ?
ഇവിടെ നീ പിറുപിറുക്കാനല്ല, ഇന്നലകളിൽ നിന്നെ നടത്തിയവൻ, ഇന്നലകളിൽ നിന്റെ സീൻ മരുഭൂമിയിൽ നിന്നെ നടത്തിയവൻ, ഇന്നലകളിൽ നിന്റെ മാറാ നിനക്ക് മാറ്റി തന്നവൻ, ഇന്നലകളിൽ നിനക്ക് ഉറവകൾ തുറന്നവൻ, ഇന്നും നാളെയും മറ്റന്നാളും നിന്റെ ജീവകാലം മുഴുവൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് ഘട്ടമായി എന്റെ ദൈവം പഠിപ്പിക്കും. അവസാനം ആമേൻ നിന്റെ മരുഭൂമികളെ നോക്കിയിട്ട് നീ പറയും, ആമേൻ അതിങ്ങോട്ട് താ, ഞാൻ അതിൽ കൂടെ കടക്കുമ്പോൾ, ആമേൻ അത് ഞാൻ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവ എനിക്ക് ജലാശയമായി. 25 വർഷത്തെ എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഓരോ പ്രതിസന്ധിയും എന്റെ പ്രമോഷൻ ആയിരുന്നു. അതുകൊണ്ട് പ്രതിസന്ധികളെ ഓടി വരിക, എനിക്ക് പ്രമോഷൻ നൽകി തരിക. ആരാ ഇന്നത്തെ ദൂത് വിശ്വസിക്കുന്നേ? പ്രതികൂലങ്ങളെ ഓടി വരിക, എനിക്ക് പ്രമോഷൻ നൽകി തരിക. ഇന്ന് മരുഭൂമി എന്ന് പറയുമ്പോൾ ബിനോയി പുറകോട്ട് പോകുക അല്ല, ഡാനി പുറകോട്ട് പോകുകയല്ല. ഇന്ന് രഫീദീം എന്ന് പറയുമ്പോൾ ബാടമക്കളെ രഫീദീമി കയറാം, ബാടമക്കളെ സീൻ മരുഭൂമി കയറാം. എന്താ കാര്യം? ഇവിടെ എന്റെ ദൈവത്തിന്റെ മറ്റൊരു കരുതൽ ഞാൻ കാണും. രഫീദീമിൽ ചെന്നപ്പോഴാണ് ഒരു സംഭവം നടന്നത്, അതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെള്ളം. ആമേൻ. ഇന്നലകളിൽ മരത്തിൽ നിന്നും വെട്ടിയിട്ട് കയ്പ് മാറ്റിയവൻ, 12 ഉറവകളെ തുറന്നവൻ പറയാണ്, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാറയിലെ വെള്ളം ഞാൻ നിനക്ക് കുടിക്കാൻ തരും. ഞാൻ തലേ കൈവച്ചു പോയി, കർത്താവേ, ഈ ജനത്തിന്റെ പുറകെ ഉറവ നടക്കുകയാണല്ലോ, ഈ ജനത്തിന്റെ പുറകെ ഉറവ നടക്കുകയാണല്ലോ. നീ എഴുതി കുറിച്ചു വെച്ചോ, നിന്റെ പുറകെ ഒരു അനുഗ്രഹത്തിന്റെ ഉറവ നടക്കുകയാണ്. ആരായി ദൂത് വിശ്വസിക്കുന്നേ? ദൂത് വിശ്വസിക്കാൻ ഉണ്ടെങ്കിൽ പറ. നീ ഏത് മരുഭൂമിയിൽ കയറിയാലും ആ ഉറവ നിന്റെ കൂടെ വരും. ആമേൻ. കാര്യം നാളുകളിൽ പുതിയ നിയമത്തിന്റെ സഭയെ പൗലോസിന് ഉറപ്പിച്ച് പഠിപ്പിക്കണം. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. നീ പോലും അറിയാത്തൊരു ഉറവ നിന്നെ അനുഗമിക്കുന്നുണ്ട്. അത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ തലമുറയ്ക്കും, നിന്റെ മക്കൾക്കും, മക്കളുടെ മക്കൾക്കും, മക്കളുടെ 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 മക്കൾക്കും ആ ഉറവ അടയത്തില്ല. വിശ്വാസത്തോടെ ദൂതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ ഇപ്പോൾ തന്നെ ചേർന്ന് ഈ 2.5 മാസം കൊണ്ട് എവിടെല്ലാം കേറി? ചെങ്കടൽ. 2.5 മാസം കൊണ്ട് ചെങ്കടൽ തീർന്നില്ലല്ലോ. പിന്നെ നേരെ മാറ, പിന്നെ നേരെ എലീം, പിന്നെ നേരെ സീൻ മരുഭൂമി, പിന്നെ നേരെ രഫീദീം. നമുക്ക് 2-3 വർഷമായിട്ട് ചിലർ ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ടില്ല. നീ വിശ്വസിക്കുന്നതിനനുസരിച്ച് മേഖലകൾ തുറന്ന് 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 തുറന്നു വരും. നീ പിറുപിറുക്കുന്നതിനനുസരിച്ച് നിന്റെ മരുഭൂമിയുടെ നീളം കൂടി 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 വരും. ആമേൻ. ഈ പകൽ ആമേൻ ദൈവം ഒരു ഉറവ തുറക്കണം. ചേർന്നിരുന്ന ഈ കയറ്റങ്ങളും ഇറക്കങ്ങളും, കയറി നിൽക്കുമ്പോൾ വീണ്ടും ഇറക്കം. ആമേൻ. എന്തിനെന്നറിയാമോ? ഞാൻ നിന്നെ ഒന്ന് പഠിപ്പിക്കുകയാടാ. ആമേൻ. ഉയർച്ചയിൽ ഞാൻ കൂടെയുണ്ട്, താഴ്ചയിൽ ഞാൻ കൂടെയുണ്ട്, മരണത്തിൽ ഞാൻ കൂടെയുണ്ട്, ജീവനിൽ ഞാൻ കൂടെയുണ്ട്. ആമേൻ. നിന്റെ വിജയത്തിന്റെ എവറസ്റ്റിൽ ഞാൻ കൂടെയുണ്ട്, നിന്റെ തകർച്ചയുടെ മെറീന ട്രെഞ്ചിൽ ഞാൻ കൂടെയുണ്ട്. നീ ജയിക്കുമ്പോഴും കൂടെയുണ്ട്, തോൽക്കുമ്പോഴും കൂടെയുണ്ട്, നീ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും കൂടെയുണ്ട്, നീ ഐസിയുവിനകത്ത് കയറുമ്പോഴും നീ കൂടെയുണ്ട്. നീ മരണ നിഴലിന്റെ താഴ്വരയിൽ നടക്കുന്നവൻ, ഹല്ലേലൂയ, നിന്നെ അനുഗ്രഹത്തിൽ നടത്തും. ഹല്ലേലൂയ. ഇതൊക്കെ പഠിച്ചവരൊന്ന് ഹല്ലേലൂയ പറ. ഇതൊക്കെ മനസ്സിലാക്കിയവരൊന്ന് ഹല്ലേലൂയ പറ. ഇങ്ങനെ പഠിപ്പിച്ച് 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 നിന്നെ ഒരു സ്ഥലത്തെത്തിക്കും. ഒന്ന് പറയാമോ? എല്ലാ തോൽവികൾക്ക് നാഥാ നന്ദി. നിന്റെ മുഖം കാണാനിടയായി പാടണം. എത്ര പേർ പാടും? നിന്റെ മുഖം കാണുക അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാദാ നന്ദി. വീണ്ടും തുറക്കുന്നല്ലോ. നിൻ സാന്നിധ്യമറിവ
മുകളിൽ താഴ്കളിൽ പനിനീർപ്പൂ പോ ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും യേശുവേ ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി യേശുവേ നിൻ സാന്നിധ്യം മതി യേശുവേ നിൻ സാന്നിധ്യം മതി. ഞാൻ ഇന്നലെ ഇത് ധ്യാനിച്ചപ്പോഴിങ്ങനെ പറഞ്ഞു, മാറയിലും ഏലിലും സീൻ മരുഭൂമിയിലും നിൻ സാന്നിധ്യം അത് മതിയെന്നേ. അപ്പൻ കൂടുണ്ടെങ്കിൽ ചെങ്കടൽ മുറിക്കാൻ എന്നാടാ പാട്? അപ്പൻ കൂടുണ്ടെങ്കിൽ എന്താടാ തീച്ചൂളയിൽ വീടാൻ എന്താ മക്കളെ പാട്? അപ്പൻ കൂടുണ്ടെങ്കിൽ ഒന്ന് പറ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി യേശുവേ നിൻ സാന്നിധ്യം മതി. വേറെ ഒന്നും നോക്കണ്ട. നീ താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ ആ മേഘം മാറുന്നില്ലെങ്കിൽ താഴ്വര നിന്നോ. എന്റെ കൂടെ ഉണ്ടോ? നീ കൊടുമുടിയിലേക്ക് കയറുമ്പോൾ ആ മേഘം മാറുന്നില്ലെങ്കിൽ അവിടെ തന്നെ നിന്നോ. ആമേൻ. നീ ചെങ്കടലിൽ കൂടെ പോകുമ്പോൾ ദൂതൻ മുമ്പേ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോ. ആമേൻ. നിനക്കൊന്നും പറ്റത്തില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിനക്കൊന്നും പറ്റത്തില്ല. ഈ സീസണിൽ, ഉണർവിന്റെ സീസണിൽ നിന്നിട്ട് ഞാൻ പ്രവചിക്കുന്നു, നിന്റെ പുറകെ ഒരു ഉറവ വരാൻ പോവാ. നീ വേണ്ടെന്ന് പറഞ്ഞാലും ആ ഉറവ നിന്നെ മുക്കും. ആ ഉറവ നിന്നെ ആമേൻ പൊതിയും. ഹല്ലേലൂയ. നീ അനുഗ്രഹത്തിലേക്ക് കയറും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മാറായ്ക്ക് നീ ബൈ പറയും. സീൻ മരുഭൂമിക്ക് നീ ബൈ പറയും. ആമേൻ. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ബൈ പറഞ്ഞ് നീ കയറാൻ പോവുകയാണ്.